നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോട് വിനയത്തോട് വന്ദനം അറിയിക്കുകയാണ്. ഇടിയുടെയും മിന്നലിന്റെയും പ്രയാസം പലർക്കുമുണ്ട്. ചിലരത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയും ഇടിയും മിന്നലും ഉണ്ടെങ്കിലും നെറ്റിന് പ്രയാസങ്ങൾ ഇപ്പോൾ ഇല്ല, നിലവിലില്ല എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഒരു കാര്യം വിശേഷാൽ പ്രാർത്ഥനയ്ക്ക് ഓർപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കാം. പല പ്രിയപ്പെട്ടവരും ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. കർത്താവിന്റെ ദാസൻ സാമ്പ്രദർ ഓർപ്പിച്ച പോലെ അനേകർ പെട്ടെന്ന് രോഗികളായി തീരുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികൾ പലതും നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ പല പേരുകൾ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് തുടരാം. അതോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവഹിതമായാൽ എൻ്റെ ഇളയ മകളുടെ വിവാഹം ജൂൺ 5-ാം തീയതി അടുത്ത തിങ്കളാഴ്ച കുമ്പനാട്ട് മണിയാറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുവാൻ പ്രാർത്ഥിച്ച് ഞങ്ങള് വരികയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമേ എന്ന് മാത്രമല്ല, എല്ലാവരുടെയും നമ്പർ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യത്തിൽ കഴിയുന്നവര് പ്രാർത്ഥിക്കുക മാത്രമല്ല, 5-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിയാറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തിലും വളരെ വിനയത്തിലും ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ വചന ധ്യാനത്തിനായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ ഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി മതി. 5 വരെ നമുക്ക് നോക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇത്രയും വാക്യങ്ങൾ വായിക്കുകയും 1-ാം വാക്യത്തിൽ നിന്ന് മുഖവരയായി ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഓർക്കുകയും ചെയ്തു. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഭാഗം രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്നവർക്ക് വേഗം മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ്. കാരണം നമ്മൾ ഓർക്കുകയുണ്ടായി, അവിടെ നിന്ന് നമ്മുടെ പിതാക്കന്മാരൊക്കെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. യഹൂദ പിതാക്കന്മാരെ കുറിച്ച്, യഹൂദ ജനതയെ പറ്റിയാ പറയുന്നത്. അവരെ മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, അഥവാ രക്ഷിക്കപ്പെട്ടതിന്റെ നിഴലായി കാണാം. പിന്നെ സ്നാനപ്പെട്ടു, അവര് സമുദ്രത്തിലെ മേഘത്തിലെ സ്നാനം ഏറ്റു. പിന്നെ കർത്തൃമേശ ആചരിച്ച കാര്യം, ആത്മീയ ആഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു, അത് കർത്തൃമേശയൊക്കെ അനുഷ്ഠിച്ചു. പക്ഷെ അവരിൽ പ്രസാദിച്ചില്ല. അവരാരും വാഗ്ദത്ത ദേശത്ത് എത്തിയില്ല, കനാനിൽ എത്തിയില്ല. കനാൻ സ്വർഗത്തിന്റെ നിഴലാണെന്നും അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടെങ്കിലും സ്നാനപ്പെട്ടെങ്കിലും കർത്തൃമേശ ആചരിക്കുന്നു എന്ന് വരികിലും അവരിൽ അധികം പേരും ഈ സ്വർഗത്തിൽ എത്തിച്ചേരത്തില്ല, വഴിക്ക് വെച്ച് അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ലളിതമായ ഒരു വേദഭാഗമാണ്. എന്നാൽ നമ്മൾ ഓർക്കുകയുണ്ടായി, ഒരിക്കലും ഇത് രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമല്ല. കനാൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്വർഗത്തിന്റെ നിഴലല്ല എന്ന് നമ്മൾ ഓർത്ത് ആ വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച വായിച്ചു. കനാനിൽ നമ്മൾ കാണുന്നത് അനാക്യ മല്ലന്മാരെയാണ്, അവിടെ അതികായന്മാരെയാണ് കാണുന്നത്. അവിടെ പ്രവേശിച്ച് അത് നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ അവിടെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കണം. സ്വർഗത്തിൽ അങ്ങനെയൊന്നും ആരെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചോ അവിടെ മല്ലന്മാരുടെ സ്ഥാനമൊന്നും ഇല്ല, നമുക്കറിയാം. അതുകൊണ്ട് സ്വർഗത്തിന്റെ നിഴലല്ല കനാനും നമ്മൾ ഓർത്തു. മാത്രമല്ല, അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അത് നമ്മൾ ചിന്തിച്ചു. വളരെ ദൈവവചനത്തെയാണ് പാലും തേനും കാണിക്കുന്നത്. ദൈവവചനത്തിന്റെ ആത്മീയ സന്തോഷം ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് കനാൻ കാണിക്കുന്നത്. ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായ ഒരു സ്ഥാനമാണ് എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ
തൻ്റെ മുന്നറിവിൽ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നെ ഇന്ന് രക്ഷിക്കപ്പെട്ടത്. എന്താ ദൈവം മുന്നറിവിൽ അറിഞ്ഞത്? തന്റെ സർവജ്ഞാനത്തിൽ മുന്നറിഞ്ഞത് നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമെന്ന്. യേശുക്രിസ്തുവെ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കും എന്ന് നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കും, നിലവിളിക്കും എന്ന് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ മനസ്സിലാകുകയും ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ മുന്നറിവാണ്. ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നും രക്ഷിക്കപ്പെടാത്തവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും നമ്മൾ ഓർക്കുകയുണ്ടായി. അപ്പോൾ അത് ഒന്ന് ചിന്തിച്ച കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് മേഘത്തിൻ കീഴ് അവർ അനുഭവിച്ച അനുഗ്രഹങ്ങൾ. മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജനമെല്ലാം മേഘത്തിൻ കീഴായിരുന്നു. മേഘത്തിൻ കീഴ് അവർക്ക് ലഭിച്ച പകൽ ലഭിക്കുന്ന തണല്, അവരെ വഴി നടത്തുന്നത്, രാത്രി ലഭിക്കുന്ന പ്രകാശം, അതുപോലെ ചൂട്, ഇതെല്ലാം നമ്മൾ ഓർത്തു. ശത്രു വന്നപ്പോൾ ഈ മേഘം മുന്നിൽ നിന്ന് പിന്നിൽ വന്ന് അവര് ശത്രു അടുക്കാതെ വണ്ണം അവരെ തടഞ്ഞു നിർത്തിയത്, അവർക്ക് ഇരുട്ടും ഇവർക്ക് ദൈവജനത്തിന് വെളിച്ചവും കൊടുത്തത്. അതുപോലെ തന്നെ മേഘത്തിൻ കീഴായിരുന്നുകൊണ്ട് അവര് ചെങ്കടൽ കടന്നു പോകുമ്പോൾ ഏതാണ്ട് 20 ലക്ഷം ജനം, വിവിധ പ്രായത്തിലും ഒക്കെ ഉള്ളവർ, ഒരാൾ പോലും നഷ്ടപ്പെടാതെ അവരക്കരെ എത്തിയ കാര്യം. എന്നാൽ പിന്നാലെ വന്ന പട്ടാളക്കാര്, മിസ്രൈമ്യ പട്ടാളം, ആരോഗ്യമുള്ളവര്, നീന്തലൊക്കെ അറിയാവുന്നവർ, അവരെല്ലാം ഒരാൾ പോലും രക്ഷപ്പെടാതെ ആ സമുദ്രത്തിൽ മുങ്ങിപ്പോയ കാര്യം ഒക്കെ നമ്മൾ ഓർത്തു. മേഘത്തിൻ കീഴ് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് അതൊക്കെ ഓർക്കുവാൻ കഴിഞ്ഞു. ഇതുപോലെ ആ മേഘം ദൈവത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെയാണ് കാണിക്കുന്നത്. ആ യഹോവയായ ദൈവത്തിന്റെ നിഴലിൽ നാം വസിക്കുന്നെങ്കിൽ, തന്റെ കീഴിൽ തനിക്ക് കീഴ്പ്പെട്ട് നാം ജീവിക്കുന്നെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്കുള്ളതാണ്. എന്നാൽ ഈ മേഘത്തിന് പുറത്തേക്ക് നമ്മൾ പോയാൽ, ഈ സംരക്ഷണ വലയത്തിന് പുറത്തു പോയാൽ ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. ഇതാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇന്ന് നമ്മൾ വീണ്ടും ഈ 5 വാക്യങ്ങളിൽ നിന്ന് വളരെ വേഗം ചില കാര്യങ്ങൾ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ സാധാരണ ഞാൻ ഓർപ്പിക്കുന്ന പോലെ തിങ്കളും ചൊവ്വയും 2 ദിവസവും പൂർണ്ണമായി കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് ധ്യാനിച്ചു പ്രാർത്ഥിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വളരെ ബിസി ആയതുകൊണ്ട് സമയത്തിന്റെ വളരെ പരിമിതിയുണ്ട്. അതിരാവിലെയൊക്കെ എഴുന്നേറ്റ് കുറച്ച് സമയം ഇരുന്ന് ധ്യാനിച്ച് ആ ചിന്തകളാണ് പങ്കുവെക്കുന്നത് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. 2-3 കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലളിതമായ 2 കാര്യങ്ങൾ ഞാൻ ആദ്യമായി ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞ ശേഷം അല്പഗഹനമായ ഒരു കാര്യം കൂടെ പറയാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്, ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ നമ്മൾ വായിച്ച വേദഭാഗത്ത് കണ്ട കാര്യം ഇതാണ്. നമ്മുടെ പിതാക്കന്മാര് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പിതാക്കന്മാര് ദൈവം വിടുവിച്ചു. അവരെ അത്ഭുതകരമായി വിടുവിച്ചു, അത്ഭുതകരമായി നടത്തി. അവരെ ചെങ്കടലിലൂടെ, അവരെ ഉണങ്ങിയ നിലത്തൂടെ അവരെ നടത്തി. അവർക്ക് ആത്മീയമായ ആഹാരവും ആത്മീയമായ പാനീയവും കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവർക്ക് മന്ന കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് പാറയിൽ നിന്നുള്ള ജലം കൊടുത്തു. അങ്ങനെ അവരെ മുൻപോട്ട് കൊണ്ടുവന്നു. പക്ഷേ ദൈവം അവരിൽ പ്രസാദിച്ചില്ല എന്നാണ് നമ്മൾ കാണുന്നത്. മിക്ക പേരിലും പ്രസാദിച്ചില്ല എന്ന് കാണുന്നു. അപ്പൊ ഇതിലൂടെ നമുക്ക് ലളിതമായി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതുപോലെ തന്നെ അത്ഭുതകരമായി ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ നന്മകളൊക്കെ നമ്മൾ ധാരാളം അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും നമ്മിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ പ്രസാദകരമായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. എങ്കിലേ പ്രസാദിക്കുള്ളൂ. രക്ഷിക്കപ്പെട്ടത് നല്ല കാര്യമാണ്, സ്നാനപ്പെട്ടത് നല്ല കാര്യമാണ്, അതുപോലെ ദൈവം നൽകുന്ന നന്മകളൊക്കെ അനുഭവിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ദൈവം നമ്മിൽ പ്രസാദിക്കണമെന്നില്ല. ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നാം ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കേണ്ടതാണ്. റോമാലേഖനം 12:1 നമ്മളത് വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് വായിക്കണം. നമ്മളെ തന്നെ
ജീവനോട് സമ്പൂർണമായി സമർപ്പിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുള്ളൂ. നമുക്കറിയാം ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പാളിച്ചകൾ വന്നു. ദൈവം ഇത്രയും അത്ഭുതമായി നടത്തിക്കൊണ്ട് വരുമ്പോഴും അവര് മത്സരികളായി, അവര് പിറുപിറുത്തു, അവര് പുറകിലെ തിരിച്ചു പോകാൻ അവരാഗ്രഹിച്ചു, അവര് അസംതൃപ്തരായിരുന്നു. ദൈവം കൊടുത്ത അനുഗ്രഹീതമായ ആഹാരത്തിലും വെള്ളത്തിലും ഒക്കെ അവർ അസംതൃപ്തരായിരുന്നു. അവർ കാളക്കുട്ടിയുടെ പിന്നാലെ പോയതൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ ഈ വിടുതലൊക്കെ പ്രാപിച്ചെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം നമ്മൾക്ക് ലഭിക്കയില്ല എന്നൊരു പാഠം ലളിതമായി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി മറ്റൊരു ലളിതമായ ഒരു ആലോചനയോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ 9-ാം അധ്യായം ഒടുവിലത്തെ 4 വാക്യങ്ങൾ 3 ക്ലാസ്സുകളായിട്ടാണ് എടുത്തത് എന്ന് ഓർക്കുമല്ലോ. 9-ാം അധ്യായം 24 മുതൽ 27 വരെ. അവിടെ ക്രിസ്തീയ ഓട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തീയ ഓട്ടം. അപ്പൊ അവിടെ 24-ാം അധ്യായത്തിൽ പ്രത്യേകം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം എന്നവിടെ പഠിപ്പിച്ചു. പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. ഓടിയത് കൊണ്ട് പ്രാപിക്കണമെന്നില്ല, പക്ഷേ പ്രാപിക്കണമെങ്കിൽ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവീക നിയന്ത്രണത്തിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ, ഓടുന്നെങ്കിൽ മാത്രമേ വിൻ ചെയ്യാൻ, പ്രതിഫലം കിട്ടുവാൻ ഇടയാകുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ്, അവർ ഓട്ടം തുടങ്ങി. അതായത് മിസ്രയീമിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചവർ ഓടാൻ തുടങ്ങി. ദൈവത്തിന്റെ കരുതൽ എല്ലാം അവർക്ക് ലഭിച്ചു. ധാരാളമായി ദൈവിക നന്മകൾ അവരനുഭവിച്ചു. പക്ഷേ നമ്മൾ വായിക്കുന്നത് അവർ ലക്ഷ്യത്തിൽ എത്തിയില്ല എന്നുള്ളതാണ്. അവർ ഓട്ടം തുടങ്ങി, അവരൊക്കെ ഓടി, ധാരാളം അവർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്, യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 14:29. സംഖ്യ 14:29. സംഖ്യാപുസ്തകം 14:29. അവിടെ നമ്മൾ വായിക്കുന്ന, ഒരു പക്ഷേ എടുക്കാനോ അല്ലെങ്കിൽ നെറ്റിന്റെ പ്രശ്നമുണ്ടോന്ന് അറിയത്തില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൽ ആശയം മാത്രം പറയാണ്. യോശുവയും കാലേബും ഒഴികെ മറ്റാർക്കും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, വിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാവരും പുറപ്പെട്ടു, എല്ലാവരും മേഘത്തിന് കീഴായിരുന്നു, എല്ലാവരും ചെങ്കടൽ കടന്നു, എല്ലാവരും ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും കുടിച്ചു. പക്ഷെ എല്ലാവരും ലക്ഷ്യം കണ്ടില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല, വിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലളിതമായി കിട്ടുന്ന ആശയം, നമ്മള് ക്രിസ്തീയ ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു, രക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ ഓട്ടം തുടങ്ങുന്നത്. ഓട്ടം തുടങ്ങി എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മുടെ ഓട്ടത്തിൽ ചില പാളിച്ചകൾ വരുമ്പോൾ, ട്രാക്ക് മാറുമ്പോൾ, അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുകയുണ്ടായി, വചനത്തിൽ നിന്ന് അല്പമെങ്കിലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുകയില്ല, പ്രതിഫലങ്ങൾ കിട്ടുകയില്ല. നമ്മൾ 3-ാം അധ്യായം പഠിച്ചപ്പോൾ, 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെ പഠിച്ചപ്പോൾ നമ്മൾ ഓർക്കുകയുണ്ടായി, അവിടെ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്നും, ആ അടിസ്ഥാനത്തിന്മേൽ പണിയേണ്ടത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ടാണെന്നും, എന്നാൽ പലരും പണിയുന്നത് മരം, പുല്ല്, വൈക്കോൽ കൊണ്ടാണ് എന്നും. എന്നാൽ കർത്താവിന്റെ നാളിൽ കർത്താവിന്റെ അഗ്നിജ്വാലയുള്ള കണ്ണിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ മരം, പുല്ല്, വൈക്കോലൊക്കെ കത്തിപ്പോകും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്ര. ഒരു പ്രതിഫലവും കിട്ടാത്തവരായിപ്പോയി. ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് ഓടി. അപ്പോൾ അങ്ങനെ ഒരു ആശയം നമുക്കിവിടെ വരുന്നുണ്ട്. ഓടേണ്ടതുപോലെ ഓടിയില്ലെങ്കിൽ, ഓട്ടം തുടങ്ങിയതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ഓടേണ്ടതുപോലെ ആ നിയമങ്ങൾ പാലിച്ച് ഓടിയില്ലെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തു 2 തീമോത്തിയോസ് 2:5 ആൻ അത്ലറ്റ് ഹു റൺസ് ഇൻ എ റേസ് കനോട്ട് വിൻ ദ പ്രൈസ് അൺലെസ് ഹി ഒബേസ് ദ റൂൾസ്. ആ ദൈവവചനത്തിന്റെ റൂൾസ് പാലിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ യോശുവയും കാലേബും ഒഴികെ ആരും. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് 20 വയസ്സിൽ താഴെയുള്ളവരും
അവിടെ പ്രവേശിച്ചു. 20 വയസ്സിന് മുകളിലോട്ട്, അതായത് പുറപ്പെട്ട് കഴിഞ്ഞ് ജനിച്ചവരും അവിടെ പ്രവേശിക്കാൻ ഇടയായിട്ടുണ്ട്, അല്ലാതെ മറ്റാർക്കും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് ലളിതമായി നമ്മൾ പഠിച്ചത്. ഒന്ന്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ ദൈവിക പരിപാലനമൊക്കെ അനുഭവിക്കുന്നെങ്കിലും ദൈവപ്രസാദമായി നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുകയില്ല. ശിക്ഷ കിട്ടും. ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു അഥവാ കൊന്നുകളഞ്ഞു എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ഓട്ടക്കളത്തിലാണ്, ഓട്ടമൊക്കെ ഓടിത്തുടങ്ങി, പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അഥവാ വിൻ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് ഓടണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ യാതൊരു പ്രതിഫലവും ഇല്ലാത്തവരായി പോകും എന്ന് ആ ഭാഗത്ത് നിന്ന് ഓർക്കുന്നു. ഇനി നമ്മൾ അല്പം കൂടെ ഗഹനമായ ചില ആലോചനകളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പുതിയ നിയമത്തിലെ മറ്റു പല പുസ്തകങ്ങളുമാണ് ഒത്തിരി ഗഹനം, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം, എബ്രായ ലേഖനം, ശരിയാണ്, അതൊക്കെ ഗഹനമായ പുസ്തകമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ ഈ കൊരിന്ത്യർ ലേഖനവും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത്രയ്ക്ക് ദൈവജനത്തിന്റെ പ്രത്യേകത അതാണല്ലോ. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ, ആത്മീയ ചിന്തകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് ലഭിച്ച ചില ചിന്തകൾ പറയാനായിട്ട് ഞാൻ പോവുകയാണ്. ഇവിടെ 10-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ തുടങ്ങുന്നിടത്ത് നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. യാത്ര തുടങ്ങിയത് മുതലുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യാത്ര തുടങ്ങുമ്പോൾ മുതൽ അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. എപ്പോഴാണ് അവർ യാത്ര തുടങ്ങിയത് എന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാട് 12:8. അവിടുത്തെ ആശയം ഞാനങ്ങ് പറയാം എന്ന് വിചാരിക്കുകയാണ്. വിൻസിസ് അവർക്ക് ചിലപ്പോൾ അത് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവാം, അതുകൊണ്ട് ഞാനങ്ങ് പറയാം. അവിടെ നമ്മൾ കാണുന്നത്, അവര് എപ്പോൾ തീയിൽ ചുട്ട മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നോ അപ്പോഴാണ് അവർ യാത്ര തുടങ്ങിയത്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അതിന്റെ മുഴുവൻ വിശദീകരിക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന കാര്യം കാണുന്നത്. അവരോട് പറഞ്ഞു, ഈ മാസങ്ങളുടെ 1-ാം മാസമായി കാണണമെന്നും അവര് വീട്ടിൽ നിന്ന് പുളിപ്പൊക്കെ മാറ്റണമെന്നും 10-ാം തീയതി ഒരു ആടിനെ എടുക്കണമെന്നും ആ ആട് 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതായിരിക്കണമെന്നും അതിനെ 14-ാം തീയതി വരെ സൂക്ഷിക്കണമെന്നും 14-ാം തീയതി അറുക്കണമെന്നും അതിന്റെ രക്തം വാതിലിന്റെ ഇരു സൈഡിലും മുകളിലും പുരട്ടണമെന്നും അവര്, എന്നിട്ട് ആ തീയിൽ ചുട്ട് അതിന്റെ മാംസം, ആ ആടിനെ കൊന്ന് തീയിൽ ചുട്ട് അതിന്റെ മാംസം തിന്നണം, പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം. എന്നിട്ടാണ്, അപ്പൊ അത് ചെയ്യുമ്പോൾ അവര് അരകെട്ടിയും കാലി ചെരുപ്പിട്ടും കൊണ്ടൊക്കെ വേണം. എന്ന് പറഞ്ഞാൽ ഇത് തിന്നുന്നു, അവർ പുറപ്പെടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുക, തീയിൽ ചുട്ട മാംസവും പുളിപ്പില്ലാത്ത അപ്പവും എപ്പോൾ അവർ തിന്നോ അപ്പോഴാണ് അവർ യാത്ര ആരംഭിച്ചത്. ഈ തീയിൽ ചുട്ട മാംസം കൊല്ലപ്പെട്ട ആട്ടിൻകുട്ടിയുടേതാണ്. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട യേശുക്രിസ്തുവിനെയാണ് ആ തീയിൽ ചുട്ട മാംസം കാണിക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പവും നമ്മുടെ കർത്താവിനെ തന്നെ കാണിക്കുന്നത്. പുളിപ്പ് പാപത്തെ കാണിക്കുന്നു. യേശുക്രിസ്തു പാപമില്ലാത്തവനാണ്, മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് നമുക്ക് ജീവന്റെ അപ്പമായി വന്നവനാണ്. അപ്പോൾ എപ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ ഉള്ളിലാക്കുമോ സ്വീകരിക്കുമോ പുതിയ നിയമത്തിൽ, അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പോഴാണ് യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ മാത്രമേ യാത്ര പുറപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചത്, അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിക്കുമ്പോൾ ഓർക്കണം, അവർക്ക് ഒരു ചുവട് പോലും വെക്കാൻ അവർക്ക് വഴിയറിയല്ല. ഒന്നാമത് രാത്രിയിലാണ് അവർ യാത്ര പുറപ്പെടുന്നത്. അപ്പൊ ഒരു ചുവട് പോലും വെക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായി മേഘം വേണം അവരെ നടത്താൻ. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 13:21 നമ്മൾ വായിക്കുന്നുണ്ട്, പകലും രാവും അവരുടെ യാത്രയിൽ അവരെ വഴി നടത്താൻ മേഘത്തിൽ യഹോവ അവരുടെ മുൻപേ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എപ്പോൾ അവർ പുറപ്പെട്ടോ അല്ലെങ്കിൽ ഈ അപ്പം പുളിപ്പില്ലാത്ത അപ്പവും തീയിൽ ചുട്ട മാംസവും തിന്നോ അപ്പോൾ തന്നെ ഈ മേഘം അവരെ മൂടി, മേഘം അവരുടെ മുകളിൽ വന്ന് അവരുടെ മുൻപിൽ മേഘസ്തംഭമായും മേഘമായും അവരെ മുന്നോട്ട് വഴി നടത്തുകയാണ്. ഇതാണ് അവിടെ. അങ്ങനെയാണ് അവർ മേഘത്തിന് കീഴായി. യാത്ര പുറപ്പെടുമ്പോൾ അവർ മേഘത്തിന്റെ കീഴിലാണ്. സ്വർഗീയ സംരക്ഷണമാണ് നാം അവിടെ കാണുന്നത്. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് 2-ാം വാക്യം നോക്കാം.
അപ്പോൾ അവർ പുറപ്പെട്ടത് നമ്മൾ ശ്രദ്ധിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിനെ നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ യാത്ര അല്ലെ ഓട്ടം ആരംഭിക്കുന്നത്. 2-ാം വാക്യം, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് വായിക്കുന്നുണ്ട്. നോക്കുക, പുറപ്പെട്ടപ്പോൾ അവർ മേഘത്തിൻ കീഴിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അല്പം അതിന്റെ വിശദീകരണമായിട്ട് പറയുകയാണ്. മേഘത്തിൻ കീഴിലായിരുന്നെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എന്നും പറഞ്ഞ ശേഷം അതിന്റെ ഒരു ആത്മീയ ആശയമാണ് അവിടെ പറയുന്നത്. എന്താ പറയുന്നത്? എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്ന് പറയുന്നത്. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ഇവിടെ ഒരു സ്നാനത്തെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റെന്ന് പറഞ്ഞാൽ മേഘത്തിലും സ്നാനമേറ്റു, സമുദ്രത്തിലും സ്നാനമേറ്റു എന്നാണ് അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ വിശ്വാസികൾക്ക് എത്ര സ്നാനമുണ്ട്? ഒന്നേ ഉള്ളൂ. എഫേസ്യർ 4:4 അത് വായിക്കുന്നുണ്ട്. വിശ്വാസം 1. അത് മറന്നല്ല ഞാൻ പറയുന്നത്. അത് വിശ്വാസം 1, സ്നാനം 1. എന്നാൽ ഇവിടെ പറയുന്നു മേഘത്തിൽ സ്നാനമേറ്റു എന്ന് മാത്രമല്ല സമുദ്രത്തിലും സ്നാനമേറ്റു എന്ന് പറയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ വാക്യത്തിൽ 2 സ്നാനമാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. രണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പുറകെ പറയാം. 2 എന്ന് വരുന്നത് എങ്ങനെയാണെന്ന്, ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാ 2, അത് പുറകെ പറയാം. അപ്പൊ ഒന്ന് യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം, മറ്റൊന്ന് തന്റെ മരണത്തിൽ പങ്കാളികളാകാനുള്ള സ്നാനം. അതാണ് അവിടെ ആ 2 സ്നാനത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മേഘത്തിൽ സ്നാനമേറ്റു എന്ന് പറയുന്നത് ആത്മസ്നാനം ആണ്. പെട്ടെന്ന് സംശയവും തോന്നും, അയ്യോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയേക്കാം. ഞാനത് വിശദീകരിക്കാം. ഈ മേഘത്തിലെ സ്നാനം അത് ആത്മസ്നാനമാണ്. എങ്ങനെ തെളിയിക്കാം? ഇവിടെ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ നയിച്ചത്, വഴി നടത്തിയത് ആരാണെന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയത് ദൈവമാണ്, യഹോവയായ ദൈവമാണ്. മേഘത്തിൽ യഹോവയായ ദൈവം അവർക്ക് മുൻപേ പൊയ്ക്കൊണ്ടിരുന്നു എന്നാണ് പുറപ്പാട് 13:21 നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെ വഴി നടത്തുന്നത് ആരാണ്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 16:13 വായിക്കാമെങ്കിൽ നമുക്കത് മനസ്സിലാകും. യോഹന്നാൻ 16:13 ഞാൻ വായിക്കുന്നു: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മളെ വഴി നടത്തുന്നത് ആരാണ്? വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പഴയ നിയമത്തിൽ അവരെ വഴി നടത്തിയത് യഹോവയായ ദൈവമാണെങ്കിൽ പുതിയ നിയമത്തിൽ അവരെ വഴി നടത്തുന്നത്, നമ്മളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സാരാംശത്തിൽ ഒന്നാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാലും ഞാൻ ഒന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞു പോയേക്കാം. നമുക്കറിയാം, പിതാവായ ദൈവം തന്നെയാണ് പുത്രൻ. പുത്രൻ എന്ന് പറയുന്നുണ്ട്, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് മാത്രമല്ല, നമ്മൾ യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പറ്റിയാ. ആ മകനെ പറ്റി വായിക്കുന്നത് ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, നിത്യപിതാവ്. യേശുക്രിസ്തുവിനെ അവിടെ നിത്യപിതാവ് എന്നാ പറഞ്ഞിരിക്കുക. അപ്പൊ പിതാവ് തന്നെയാണ് പുത്രൻ. വേറെ എന്ത് ഇഷ്ടം പോലെ തെളിവുണ്ട്. അപ്പൊ പിതാവ് തന്നെയാണ് പുത്രൻ. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓടിച്ച് ലളിതമായി ഒരു കാര്യമേ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂത് നമുക്ക് കാണാൻ കഴിയും. ഓരോ ദൂതും തുടങ്ങുമ്പോൾ യേശുക്രിസ്തു അവരോട് സംസാരിക്കുന്നതായിട്ടാ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കോട് നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നതെന്നാ തുടങ്ങുന്നത്. അത് യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ച എന്ന് നമുക്കറിയാം. പക്ഷേ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവാണെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ പുത്രൻ തന്നെയാണ് ആത്മാവ്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സാരാംശത്തിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓർക്കുക, പഴയ നിയമത്തിൽ
ഇസ്രായേൽ മക്കളെ നടത്തിയത് യഹോവയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വളരെ കൃത്യമായി യോഹന്നാന്റെ സുവിശേഷം 16:13 എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവർ മേഘത്തിൽ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ ആ മേഘം യഹോവയെ കാണിക്കുന്നു പഴയ നിയമത്തിൽ, അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയാണ് നടത്തുന്നത്, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. അപ്പോൾ ആ മേഘം യഹോവയെ കാണിക്കുന്നു, അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ മേഘത്തിൽ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ ആത്മസ്നാനമേറ്റു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എപ്പോൾ നമുക്കറിയാം, എപ്പോൾ രക്ഷിക്കപ്പെടുന്നോ അപ്പോൾ യേശുക്രിസ്തു ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തിയാണ് തന്റെ ശരീരത്തോട് ചേർക്കുന്നത്. ആത്മസ്നാനത്തിലൂടെയാണ്. നമ്മൾ 12-ാം അധ്യായം 13-ാം വാക്യം പഠിക്കുമ്പോൾ, ഒന്ന് രണ്ട് ചില ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വരും. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. യഹൂദനോ യവനനോ സ്വതന്ത്രനോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എന്നവിടെ പറയുന്നതിന്റെ വിശദീകരണം നമുക്ക് കൂടുതൽ അന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ മേഘത്തിൽ സ്നാനമേറ്റു എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ അവരെപ്പോൾ ഇത് ഭക്ഷിച്ചോ അപ്പോൾ അവർ ചോടുവെക്കുകയാണ്, അപ്പോൾ തന്നെ മേഘം അവരെ വന്ന് മൂടുകയാണ്. അത് മേഘത്തിലെ സ്നാനമാണ്, അത് ആത്മസ്നാനമാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ ആത്മസ്നാനം ലഭിക്കുന്നു. ആ ആത്മസ്നാനത്തിലൂടെ നമ്മൾ യേശുക്രിസ്തുവിനോട് അവിടെയാണ് ചേരുന്നത്. ഗലാത്യർ 3:27 ഓർമ്മയുണ്ടല്ലോ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ധരിക്കുക, നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ വസ്ത്രത്തിന്റെ ഉള്ളിലാകുകയാണ്. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉള്ളിലാകുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അത് രക്ഷിക്കപ്പെടുന്നതിനെ കാണിക്കുന്നത്. ക്രിസ്തുവിലാകുക. അപ്പൊ ഈ ആത്മസ്നാനത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിൽ ആകുന്നത്. ഇനിയും തീത്തോസ് 3:6 കുറെ കൂടെ കൃത്യമായ ലളിതമായ ഒരു പ്രയോഗമുണ്ട്. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പുനർജനന സ്നാനം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്നാനത്തെ പറ്റി, ആത്മസ്നാനത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പുനർജനന സ്നാനം. പുനർജനന സ്നാനം എന്ന് പറഞ്ഞാൽ പുനർജനനം, വീണ്ടും ജനനം, വീണ്ടും ജനന സ്നാനം. നമ്മൾ വീണ്ടും ഒരു ആത്മസ്നാനത്തിലൂടെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഒന്ന്, ആത്മസ്നാനം. മേഘത്തിൽ സ്നാനമേറ്റു, മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ മേഘത്തിൽ സ്നാനമേറ്റു, സമുദ്രത്തിൽ സ്നാനമേറ്റു. അപ്പൊ മേഘസ്നാനം ആത്മസ്നാനമാണ്, ആത്മസ്നാനത്തിലൂടെയാണ് ചേരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്നാനം ഒന്നേ ഉള്ളൂ. പിന്നെ ഇതേതാണ് ഈ അടുത്ത സ്നാനം? അത് രണ്ടാമത്തേത് സമുദ്രം, വെള്ളം. അത് വിശ്വാസ സ്നാനമാണ്. നമ്മൾ ഈ സ്നാനം എന്നുള്ള വിഷയമൊക്കെ പലപ്പോൾ പഠിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഏതാണ്ട് 10-11 പേരുകളിൽ സ്നാനമുണ്ട്. നമുക്കറിയാം, യേശു കർത്താവിന്റെ സ്നാനമുണ്ട്, പിന്നെ മാനസാന്തര സ്നാനം യോഹന്നാൻ നടത്തിയതുണ്ട്, നമ്മൾ വെള്ളത്തിലിറങ്ങി നാം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന വിശ്വാസ സ്നാനമുണ്ട്, പിന്നെ ആത്മസ്നാനമുണ്ട്, തീയിലുള്ള സ്നാനമുണ്ട്. ഇവിടെ മോശയോട് ചേരുന്ന ഒരു സ്നാനത്തെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇനിയും 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു സ്നാനത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ജഡീക സ്നാനമുണ്ട്, ജഡത്തിന്റെ അഴുക്കള. ഇങ്ങനെ നിരവധി സ്നാനത്തെ പറ്റി നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മേഘത്തിൽ, അത് ആത്മസ്നാനം. പിന്നെ സമുദ്രത്തിൽ, അത് വിശ്വാസ സ്നാനം. വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടുന്നത് വിശ്വാസ സ്നാനമാണ്. അങ്ങനെയാണ് അതിന്റെ പേര്. എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ ഏൽക്കുന്ന സ്നാനമാണ്. അപ്പോൾ 2 സ്നാനമില്ലേ? പിന്നെ എഫേസ്യ ലേഖനം 4:4 സ്നാനം 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്നാനത്തിന്റെ 2 വശമാണത്. അത് നോക്കുക, ഇത് രണ്ടും ചേർത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഈ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അത് രണ്ടും ചേർത്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മസ്നാനം സ്വീകരിച്ചവർ ഒരു നാണയത്തിന്റെ ഒരു വശമാണ്, മറുവശം ഉണ്ടാവണം. ഉണ്ടായെങ്കിൽ അത് വാല്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോജനമായി തീരുകയുള്ളൂ. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണത്. ഒരു ചിറകാണ് ഈ ആത്മസ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറന്നുയരാൻ കഴിയുകയില്ല. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസ സ്നാനം കൂടെ ഏൽക്കുമ്പോഴാണ് ആത്മീയ മണ്ഡലത്തിൽ പറന്നുയരാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് രണ്ടും 2 നമുക്ക് കാണാം. എന്നാൽ ഒരു സ്നാനത്തിന്റെ 2 വശങ്ങളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർപ്പിക്കാറുണ്ട്, നമ്മൾ ദൈവവചനം പറയുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത് കൊണ്ട് ഞാൻ പറയാണ്. രക്ഷിക്കപ്പെട്ടവർ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടുക എന്നുള്ളത്
അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞാൻ ചിലപ്പോൾ അത് രസകരമായി മനസ്സിലാക്കാൻ വേണ്ടി പറയും, വിശ്വാസ സ്നാനം സ്വീകരിക്കാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് രക്ഷിക്കപ്പെടാതിരിക്കുകയാണ് എന്ന് ഞാൻ പറയും. രക്ഷിക്കപ്പെടാതിരിക്കുന്നാൽ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ നമ്മൾ സ്വയം നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ആ കൽപ്പനയിൽ അതിപ്രധാനമായ ഒന്നാണ് വിശ്വാസ സ്നാനം എന്ന് സ്നേഹത്തിൽ ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്ന് മേഘത്തിലും, രണ്ട് സമുദ്രത്തിലും. ആ സമുദ്രത്തിലെ സ്നാനം വിശ്വാസ സ്നാനമാണ്. അത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കടല് വെള്ളവുമായി ബന്ധപ്പെട്ടാണ്, വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടുന്ന കാര്യമാണത്. അപ്പൊ മോശയോട് ചേർന്ന് അപ്പോ അവര് പുറപ്പെട്ടു. എപ്പോൾ? ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ. പിന്നെ അതോട് ചേർന്ന് ആത്മസ്നാനവും വിശ്വാസ സ്നാനവും അത് കഴിഞ്ഞു. അടുത്ത് പിന്നെന്താ നമ്മളവിടെ വായിക്കുന്നത്? തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? ആത്മീക ആഹാരം എന്തിനാണ് ഉള്ളതെന്ന് നോക്കാം. ഈ ഭൗതിക ആഹാരം എന്തിനാ ഉള്ളത്? ഭൗതിക ആഹാരം കഴിക്കാതെ നമ്മളിപ്പോ ഉച്ച സമയത്ത് ആഹാരം കഴിക്കണം. ഉച്ച സമയത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്ഷീണിക്കും, നമ്മൾ ക്ഷീണിക്കുകയും തളരുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊന്ന് ഉന്മേഷമുള്ളവരായി മാറും, ഊർജ്ജസ്വലതയുള്ളവരായി മാറും. അതിനാണ് നമ്മൾ ഭൗതിക ആഹാരം. വെള്ളവും അത് തന്നെയാണ്. നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പോഴാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം നമുക്ക് ലഭിക്കും. അപ്പോൾ ഭൗതിക ആഹാരം ഭൗതിക ഉന്മേഷത്തിന് വേണ്ടിയാണ്, ഭൗതിക പാനീയം ഭൗതിക ഉന്മേഷത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ആത്മീയ ആഹാരം എന്തിനാണ്? ആത്മീയ ആഹാരം ആത്മീയ ഉന്മേഷത്തിന് വേണ്ടിയാണ്. ആത്മീയ പാനീയം എന്തിനാണ്? ആത്മീയ ഉന്മേഷത്തിന് വേണ്ടിയാണ്. എങ്കിൽ അതെന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആഹാരവും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാനീയവും എന്താണ്? ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ആണ് നമുക്ക് ആത്മീയ ഉന്മേഷവും ആത്മീയമായ ഊർജ്ജസ്വലതയും ഒക്കെ തരുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താ അങ്ങനെ ആത്മീയ ആഹാരമെന്നും ആത്മീയ പാനീയമെന്ന് പറഞ്ഞിരിക്കുന്നതിന് എന്താണ് അതിന്റെ ദൈവവചനത്തിൽ അതിനുള്ള തെളിവ് നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ട് എബ്രായ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുകയാണ്. 12-ാം വാക്യം മതി. എബ്രായ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. എന്റെ താഴെഭാഗം മതി, എന്നാലും ഞാൻ മുഴുവൻ വായിക്കുക. കാലം നോക്കിയാൽ വായിച്ചാട്ടോ. കാലം നോക്കിയാൽ ഇപ്പൊ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഇനിയത്തെ ഭാഗം ശ്രദ്ധിക്കുക. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അത്രയും മതി. അത് മറ്റേത് വായിച്ചാൽ നല്ലതാ, നമുക്കത് അത്യാവശ്യമില്ല. നോക്കുക, കട്ടിയായുള്ള ആഹാരമെന്നും പാലെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. പാല് നമ്മൾ സാധാരണ പാല് കുടിക്കുകയാണ് ചെയ്യുന്നത്, ആഹാരം നമ്മൾ സാധാരണ കഴിക്കുകയാണ് ചെയ്യുന്നത്, ഭക്ഷണം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മീയ ആഹാരം ആത്മീയ പാനീയം ഇവിടെ എന്തിനെ പറ്റിയായി പറഞ്ഞിരിക്കുന്നത്? കട്ടിയായുള്ള ആഹാരമെന്നും പാലെന്നും എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? 12-ാം വാക്യം നോക്കിയാൽ അറിയാം. കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. ഉപദേഷ്ടാക്കന്മാരാകണേൽ എന്ത് വേണം? ഉപദേശം പഠിക്കണം, അഥവാ വചനം പഠിക്കണം. അപ്പൊ വചനത്തിൽ സമ്പന്നരാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് പറ്റുന്നതെങ്കിൽ നമുക്ക് അത് അറിയണമല്ലോ, നമ്മളത് പഠിക്കണം, അറിയണം, അത് ഉള്ളിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ പക്ഷേ നിങ്ങൾ വളർന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ആദ്യ പാഠങ്ങളൊക്കെ ഉപദേശിക്കണം. എന്നിട്ടാണ് പറയുന്നത് കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രയും നിങ്ങൾക്ക് ആവശ്യം. അതിലൂടെ നമ്മളെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പഠിച്ചത് ഓർക്കുമല്ലോ, അത് തന്നെയാണ് ഇത്. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എന്താ നമ്മൾ പഠിച്ചത്? ഭക്ഷണമല്ല പാൽ അത്രയും നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് കഴിവായിട്ടില്ല. ഇതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. എന്താ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്? ഇത് തിരുവെഴുത്തിലെ ഈ പാലെന്ന് പറയുന്നത് തിരുവെഴുത്ത് തന്നെയാണ്, പക്ഷെ അതിലെ ലളിതമായ
കാര്യങ്ങളാണ്. അത് കുടിക്കുന്നത് പോലെ ഈസിയായി നമുക്ക് മനസ്സിലാകുന്ന വേദഭാഗങ്ങളാണ്. എന്നാൽ കട്ടിയായ ആഹാരം അല്പം കൂടെ ഗഹനമായ വിഷയങ്ങളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം കൂടെ നമ്മൾ ശ്രദ്ധ ആവശ്യമാണ്, സമയം ആവശ്യമാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ദൈവവചനത്തെ തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ആത്മീയ ആഹാരമെന്നും ആത്മീയ പാനീയം എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് അത് രണ്ടും പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ചിലർ ഈ പാല് മാത്രം, ലളിതമായ വേദഭാഗങ്ങൾ മാത്രമേ ചിലർക്ക് പ്രിയമായിട്ടുള്ളൂ. ഞാൻ തന്നെ ചിലപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗമാണ് എടുക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ പലരുടെയും മുഖം, എല്ലാവരുടെയും അല്ല, ചിലരുടെയെങ്കിലും മുഖം ചുളിയുന്നത് കാണാൻ സാധിക്കും. അത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാം. ഞാൻ ഏറ്റവും ലളിതവൽക്കരിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാലും, എന്നാൽ ലളിതമായ വല്ല സങ്കീർത്തനമോ അല്ലെങ്കിൽ സങ്കീർത്തന ഭാഗത്തു നിന്നോ സുവിശേഷങ്ങളിൽ നിന്നോ ഒക്കെ എടുക്കുവാണെങ്കിൽ വലിയ സന്തോഷമാണ്. വേണമത് ആ സങ്കീർത്തനങ്ങളിൽ നിന്നും സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും ലളിതമായിട്ടുള്ള ചിന്തകൾ എടുക്കാം. ഇപ്പൊ തന്നെ നമ്മൾ ഇത് ചിന്തിച്ചല്ലോ, നമ്മൾ ആദ്യം 2 കാര്യങ്ങൾ കണ്ടു, അത് ലളിതമാണ്, നമുക്ക് ഒത്തിരി പ്രയാസമൊന്നും അവിടെ ഇല്ല. പക്ഷേ നമ്മൾ അല്പം കൂടെ ഗഹനമായിട്ടാണ് ഇപ്പൊ ചിന്തിച്ചു വരുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ അല്പം കൂടെ നമ്മൾ കാര്യമായി തന്നെ ശ്രദ്ധയോടെ ഇരുന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ നാം അവിടെ വായിച്ചത് എന്താണ്? വായിച്ചത് ആത്മീയ ആഹാരം തിന്നു, ആത്മീയ ആഹാരം കുടിച്ചു എന്നുള്ളത്. ദൈവത്തിന്റെ വചനം അത് തിന്നുകയും കുടിക്കുക, ലളിതമായിട്ടുള്ള ഭാഗവും ധ്യാനിക്കുന്നു, പഠിക്കുന്നു, അതിന്റെ ഗഹനമായിട്ടുള്ളതും പഠിക്കണം. ഇത് രണ്ടും നമുക്ക് ആത്മീയ ഉന്മേഷത്തിന്, ആത്മീയമായി പ്രവർത്തിക്കുന്നതിന്, ആത്മീയ ആരോഗ്യത്തിന്, ആത്മീയ വളർച്ചയ്ക്ക് ഇത് രണ്ടും ആവശ്യമാണ് എന്ന് നമ്മെ ആ ഭാഗം പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറി പോകുവാൻ, ഓടുവാനുള്ള ആരോഗ്യമൊക്കെ വേണമെങ്കിൽ, അധ്വാനിപ്പാനുള്ള ആരോഗ്യം വേണമെങ്കിൽ ആത്മീയ ആരോഗ്യം വേണം. അതിന് ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും കുടിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അവിടെ പറയുകയാണ്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. പണ്ട് ഇസ്രായേൽ മക്കളെ നടത്തിയ കാര്യമാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ അവരെ അനുഗമിച്ച ആത്മീക പാറ, അവിടെ നമുക്ക് വലിയൊരു സംശയം വരും. കാരണം ഈ മേഘം അവരുടെ മുൻപിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് പുറകെ വന്ന ഒരു സമയം എന്ന് പറയുന്നത് ശത്രു വന്നപ്പോഴാണ്. മിസ്രൈമ്യ സൈന്യം വന്നപ്പോൾ അതൊന്ന് പുറകെ വന്നു, അല്ലാത്തപ്പോഴൊക്കെ അത് മുന്നെയാ പോയത്. പിന്നെന്താ ഇവിടെ അവരെ അനുഗമിക്കാന്ന് വെച്ചാൽ പുറകെ ചെല്ലുക എന്നാണല്ലോ അർത്ഥം. അവരെ അനുഗമിച്ച എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിന്റെ ആശയം അവരോട് കൂടെ ഇരുന്ന എന്നേ ഉള്ളൂ. അതിന്റെ സിമ്പിൾ അനുഗമിച്ച എന്നവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും അവരോട് കൂടെ ഇരുന്ന, അവരിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നല്ലോ, അവരൊരിടത്ത് നിൽക്കുകയല്ല. അപ്പോൾ അവരിങ്ങനെ എവിടെയൊക്കെ പോകുന്നുവെച്ചാൽ ഈ മേഘം നടത്തുന്നിടത്തോടാണ് അവർ പോകുന്നത്. ആ പോകുന്നിടത്തെല്ലാം അവരോട് കൂടെ ഇരുന്ന് അവർക്ക് ആവശ്യമുള്ളത് നൽകി. ഹോരേബിലെ പാറയിൽ നിന്ന് മാത്രമല്ല അവർക്ക് വെള്ളം കൊടുത്തത്, ഹോരേബിലല്ലാതെ മറ്റൊരു സ്ഥലത്തും അവിടെയും പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. അപ്പോൾ ഒരു പാറയായി, ഒരു ജലസംഭരണിയായി അവരോട് കൂടെ ഇരുന്ന എന്നർത്ഥമാണ് അവരെ അനുഗമിച്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അവരുടെ യാത്രയിലുടനീളം കൊടുക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന നന്മകളെയും സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം. നമ്മൾ കേരളത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് മറ്റ് സ്റ്റേറ്റിൽ പോകാം, മറ്റു രാജ്യത്ത് പോകാം. അവിടെ ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മകൾ നമ്മൾക്ക് മനസ്സിലാക്കാറുണ്ട്, അനുഭവിച്ചറിയാറുണ്ട്. അവിടെയൊക്കെ, ഇവിടെ മാത്രമല്ല, നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ദൈവിക നന്മകളും സംരക്ഷണവും ലഭിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ പിന്നെ അന്യരാജ്യത്ത് പോകുമ്പോൾ ഒക്കെ എവിടെ നമുക്ക് എന്താവശ്യമുണ്ടോ അതൊക്കെ തരികയാണ് ദൈവം ചെയ്യുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെയാ. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ട്, അതത് സ്ഥലത്ത് കൊടുക്കുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നതും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് വെള്ളം കൊടുത്ത്, ആത്മീയ മന്ന കൊടുത്തൊക്കെ അവരെ നടത്തുന്നുണ്ട്. എന്നാൽ കൊടുക്കാതെ നടത്തിയ ഒരു വേദഭാഗം തിരുവെഴുത്തിലുണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. പുറപ്പാട് പുസ്തകം 15-ന്റെ 22.
പുറപ്പാട് 15:22. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഞാനിത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ആവർത്തിച്ച് ഓർക്കുന്നത് നല്ലതാണ്. എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തിയിട്ടുള്ള, ഒരുപാട് ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനത് വായിക്കാനായിട്ട് ആഗ്രഹിച്ചത്. എന്താണ് അവിടെ പറയുന്നത്? അവിടെ നമ്മൾ കാണുന്നത് ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം, അത്ഭുതകരമായ ഒരു നടത്തിപ്പാണ്. ചെങ്കടൽ കടന്നു എന്നൊക്കെ ഉള്ളതിന്റെ അത്ഭുതമൊക്കെ നമ്മൾ ചിന്തിച്ചു, ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അവര് തുടർന്ന് ചെന്ന് എത്തിയ ഒരു സ്ഥലം, പിന്നെ മാറയെ ചെന്നു, മാറയെ ദൈവം അവിടെ നിന്ന് അവർക്ക് അനുഗ്രഹമാക്കി കൊടുത്തു. അതൊക്കെ നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഇവര് ശൂർ മരുഭൂമി ചെന്ന കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശൂർ മരുഭൂമി. ശൂർ മരുഭൂമിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ശൂർ മരുഭൂമിയിൽ ചെന്നു 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. വെള്ളമില്ലാതെ സഞ്ചരിച്ചു. അത് വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് തന്നെ ഒരു ചെറിയ വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. അയ്യോ, അതെന്തൊരു കടുങ്കൈയായി പോയി. ആഹാരമാണെങ്കിൽ പിന്നെയും പോട്ടെ, 3 ദിവസമൊക്കെ എങ്ങനെയും പിടിച്ചേക്കാം. വെള്ളമില്ലാതെയൊക്കെ 3 ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് അവരോട് ചെയ്ത ഒരു കടുങ്കൈ അല്ലേ എന്നൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. വെള്ളമില്ലാതെ 3 ദിവസം അവർക്ക് വെള്ളം കിട്ടിയില്ല, വെള്ളം കൊടുത്തില്ല. അപ്പം നമ്മളിപ്പോ വായിച്ചത് അവരെ അനുഗമിച്ച പാറയിൽ നിന്ന്, ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു, എവിടെ പോയോ അവിടെ എല്ലാം അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു എന്ന് ചിന്തിക്കുന്നു. ഇവിടെ ഇതാ കാണുന്നു, വെള്ളമില്ലാത്ത ഒരു സാഹചര്യം. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയതും എന്നെ ധൈര്യപ്പെടുത്തുന്നത് ഒരു കാര്യം, 3 ദിവസം വെള്ളമില്ലാതെ അവർ സഞ്ചരിച്ചു എന്നാണ് വായിക്കുന്നത്. വെള്ളമില്ലാതെ തളർന്നു പോയെന്നല്ല, വെള്ളമില്ലാതെ ചിലർ മരിച്ചുപോയെന്നല്ല, വെള്ളമില്ലാതെ ചിലർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു എന്നല്ല. അവർ ആ വെള്ളം കുടിച്ച് എങ്ങനെ യാത്ര ചെയ്തോ അതേ ഉന്മേഷത്തോട്, അതേ ആരോഗ്യത്തോട്, ഊർജ്ജസ്വലതയോട് അവർ വെള്ളമില്ലാതെ നടന്നു എന്നുള്ളതാണ്. വെള്ളമില്ലാതെ സഞ്ചരിക്കാൻ ദൈവം അനുവദിച്ചു, ദൈവം അതിനുള്ള ശക്തി കൊടുത്തു എന്നുള്ളതാണ്. എന്താ ഇവിടെ നമ്മൾ പഠിക്കേണ്ടതെന്നറിയാമോ? ദൈവം, ഞാനിങ്ങനെ പറയട്ടെ, ലളിതമായി പറയട്ടെ, ആരോഗ്യം തന്ന് മാത്രമല്ല നമ്മെ നടത്തുവാൻ ദൈവത്തിന് കഴിയുന്നത്, ആരോഗ്യമില്ലാതെയും നമ്മെ നടത്താൻ കഴിയും. സമ്പത്ത് തന്ന് മാത്രമല്ല ദൈവത്തിന് നമ്മെ നടത്താൻ കഴിയുന്നത്, ദാരിദ്ര്യത്തിലൂടെ നമ്മെ നടത്താൻ കഴിയും, ഇല്ലായ്മയിലൂടെ നമ്മെ നടത്താൻ കഴിയും. നമ്മൾ മറിച്ചൊരു ദൈവത്തെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എല്ലാം തന്ന്, ആരോഗ്യം തന്ന്, പണം തന്ന്, ജോലി തന്ന്, വിദ്യാഭ്യാസം തന്ന്, നല്ല വിവാഹം തന്ന്, നല്ല വീട് തന്ന്, വാഹനം തന്ന് നടത്തുന്ന ഒരു ദൈവം. കൊള്ളാം, നല്ല ദൈവം. അങ്ങനെയല്ല, അതിനേക്കാൾ നമ്മൾ സന്തോഷിക്കുന്ന, അതിനേക്കാൾ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുന്ന ഒരു കാര്യം, അതില്ലാതെ നടത്തുന്ന, ആരോഗ്യമില്ലാതെ, പണമില്ലാതെ, പ്രതിസന്ധിയിലൂടെ, വീടില്ലാതെ, വാഹനമില്ലാതെ ഒക്കെ നമ്മളെ നടക്കുവാൻ അനുവദിക്കുന്ന, വീട് പോകാതെ, തളർന്നു പോകാതെ നമ്മളെ നടത്തുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ആ ദൈവത്തെ കണ്ടു, കാണാനും അനുഭവിച്ചറിയാനും ഒരുപാട് ഇടയായിട്ടുണ്ട്. പലതും ഇല്ലാതെ നടത്തുന്ന ഒരു ദൈവം, തന്ന് നടത്തുന്നതല്ല, ഇല്ലാതെ നടത്തുന്ന, ഉള്ളതുപോലെ നടത്തുന്ന, ഇല്ലാതെ അതിന്റെ ബുദ്ധിമുട്ടിൽ ഞെരുങ്ങിയൊക്കെ പോലെ, ഉള്ളതുപോലെ ഇല്ലാതെ, ഇല്ലായ്മയും നടത്തുന്ന ഒരു ദൈവത്തെ കണ്ടു. ദൈവത്തിന് അത് അങ്ങനെ നമ്മൾ കാണുന്നെങ്കിൽ ഒരുപാട് വലിയ അനുഗ്രഹമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് നാം ആ ഭാഗത്ത് നിന്ന് ഒരു ചിന്ത, ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പിന്നെയും അത് വന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് എന്നുള്ളത്. അവരെ അനുഗമിച്ച് അവിടെ അതത് സ്ഥലത്ത് വേണ്ടത് കൊടുത്തു. നമ്മളിപ്പോ കണ്ടു, ഇല്ലാതെയും നടത്താൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ തുടർന്ന് നമ്മൾ എന്താ വായിക്കുന്നത് ഇതെല്ലാം ശരിയാണ്, പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട്, കാരണം അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. നമ്മൾ ആ വാക്യം വായിച്ചു, യോശുവയും കാലേബും ഒഴികെ ആരിലും പ്രസാദിച്ചില്ല. എന്താ പ്രസാദിക്കാഞ്ഞത്? നമ്മൾ കണ്ടല്ലോ, അവരുടെ ഈ യാത്രയിൽ അവരുടെ ഭാഗത്തുണ്ടായ നിരവധി പ്രതിസന്ധികൾ. പിറുപിറുപ്പായാലും, മത്സരമായാലും, അനുസരണക്കേടായാലും, കാളക്കുട്ടിയുടെ പിന്നാലെ പോയതായാലും, അതിനെ നമസ്കരിച്ചതായാലും തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അതിന് കാരണമാണ്. നമ്മൾ ഓർക്കുക, ശരിയാണ്, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു, സ്തോത്രം.
അത് നല്ല കാര്യം. ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടു, യാത്ര തുടങ്ങി. ആത്മസ്നാനം നമുക്ക് ലഭിച്ചു, കർത്താവിനോട് നമ്മൾ ചേർന്നു. വിശ്വാസസ്നാനം നമ്മൾ സ്വീകരിച്ചു, വളരെ അനുഗ്രഹം. ദൈവത്തിന്റെ വചനവും നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, ഇതെല്ലാം ശരിയായിരിക്കെ നാം പഠിക്കുന്ന വചനത്തിന് വില കൊടുക്കുകയും മൂല്യം കൊടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ഓട്ടം മുന്നോട്ട് ഓടുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മിൽ പ്രസാദിക്കുകയില്ല എന്നും ശിക്ഷിക്കുമെന്നും നമ്മൾ ഓർക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചു. ഇവിടെ തള്ളിയിട്ട് കളഞ്ഞു, കൊന്നു കളഞ്ഞു എന്ന് തന്നെയാണ് തിരുവഴുത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അവരെയൊക്കെ ദൈവം കൊന്നു കളഞ്ഞു എന്ന് തന്നെയാണ്. അവരെയെല്ലാം മരുഭൂമിയിൽ ചെതറിച്ചു, കൊന്നു കളഞ്ഞു എന്നതാണ്. മരണശിക്ഷയും ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ ഓർക്കുകയുണ്ടായി. അത് അവിടെ അയോഗ്യമായി കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവരുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അയോഗ്യത, ദൈവത്തിന്റെ മുൻപാകെ പ്രസാദമല്ലാത്ത ജീവിതം നയിച്ചാൽ ചിലപ്പോൾ ബലഹീനതയാകാം, ചിലപ്പോൾ രോഗമാകാം, അത് മരണശിക്ഷയുമാകാം. നമ്മൾ 5-ാം അധ്യായത്തിൽ നിന്നും പഠിക്കുവാൻ ഇടയായി തീർന്നു. നമുക്കൊന്ന് തിരിഞ്ഞ് വിചിന്തനം ചെയ്യാം. ശരിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ സ്വീകരിച്ചു. ആത്മസ്നാനത്തിലൂടെ എന്നെ കർത്താവിനോട് ചേർത്തു. ജലസ്നാനം സ്വീകരിപ്പാൻ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. ദൈവത്തിന്റെ വചനം എനിക്ക് തരുന്നുണ്ട്, സ്തോത്രം. ആ വചനത്തിൽ സന്തോഷിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതെല്ലാം ശരിയാണ്. പക്ഷേ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ, അതിന് വില കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല, ശിക്ഷിക്കും. ദൈവവചനം നമ്മൾ ചിന്തിച്ചല്ലോ, ഖനാൻ എന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. പാലും തേനും അത് ദൈവവചനത്തിന്റെ സമൃദ്ധിയെ കാണിക്കുന്നു എന്ന് നമ്മൾ ഓർത്തല്ലോ. ഞാൻ വളരെ വിനയത്തിലെ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൽ ദൈവമക്കളായ നമുക്ക് ദൈവവചനം തരുന്ന സന്തോഷം പോലൊരു സന്തോഷം വേറെ ഇല്ല. വേറെ പലതും ചെറിയ ചെറിയ സന്തോഷമൊക്കെ തരും, പക്ഷെ വചനം തരുന്ന ഒരു സന്തോഷം നോക്കുക. നമ്മൾ വചനം കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ആ ഭാഗം അല്പനേരം ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർക്കുകയുണ്ടായി. ഏകദേശം 25-നും 30-നും ഇടയ്ക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഈ സൂം മീറ്റിങ്ങിൽ ആവറേജ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വേറെ സന്തോഷമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ വീട്ടിലെ TV-യിൽ നല്ല പാട്ടുകൾ, നല്ല പാട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകപരമായ പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാട്ടുകൾ നല്ല മനോഹരമായി പിള്ളേർ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടുകളുണ്ട്, കോമഡികളുണ്ട്, നമുക്ക് താല്പര്യമുള്ള വാർത്തയുണ്ട്, വേറെ സീരിയലുകളുണ്ട്, എന്തെല്ലാം സന്തോഷിക്കാനുള്ളതുണ്ട്. എന്തിനാ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ വചനം കേൾക്കുന്നത്? അയ്യോ, വചനത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് അസാധാരണമാണ്, അനിതര സാധാരണമാണ്. നമുക്കത് വർണ്ണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികൾ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് വചനം. അപ്പൊ വചനത്തിന് തരുന്ന ഒരു സന്തോഷം, ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്നത് സന്തോഷമാണ്, വചനം കേൾക്കുന്നത് സന്തോഷമാണ്. പക്ഷേ തനിച്ചിരുന്നെന്ന് ധ്യാനിച്ചാട്ട്. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ചില പുതിയ ചിന്തകൾ, ഇതുവരെയും ആരിലൂടെയും കേൾക്കാത്ത ഒരു ചിന്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് തരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം പോലൊരു സന്തോഷം ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ ചിന്തിക്കുന്ന അനേകരും അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തിന് മുൻപാകെ മഴയുണ്ട്, ഇടിയുണ്ട്, മിന്നലുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും വരട്ടെ, അതിന് നമ്മളങ്ങ് ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവ വചനം ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട്, എന്നാൽ അതിനനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്ന് മാത്രമല്ല ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരുന്ന നാളുകൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടല്ലോ, കൃപയാൽ യാത്ര ആരംഭിച്ചല്ലോ, ആത്മസ്നാനം ലഭിച്ചല്ലോ, വിശ്വാസനം സ്വീകരിച്ചല്ലോ, ദൈവജനം നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞു പോകട്ടെ. ഇന്നൊരു പുതിയതായ ഒരു സഹോദരൻ സംബന്ധിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം സംബന്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദർശ എന്ന ഒരു സഹോദരൻ സംബന്ധിക്കുമെന്ന് വേറെ ഒരു പതിവായ ഇടയ്ക്ക് സംബന്ധിക്കുന്ന വേറൊരു ദൈവദാസൻ എന്നെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന. ഞാൻ മൊബൈലിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരെയും പേരോ സ്ക്രീനിൽ എനിക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകം സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ തുടർന്നുള്ള നാളുകളിലും വചനം ശ്രദ്ധിപ്പാൻ പ്രിയപ്പെട്ടവനെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ എളിയവനെയും ഈ ദിവസത്തെ ആവശ്യങ്ങളെയും ഓർക്കണമേ എന്ന്
ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.